ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ്റെ അപ്ലിക്കേഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച ബെർണോളിസ് ഇക്വേഷൻ്റെ അപ്ലിക്കേഷൻ വെഞ്ചുറി മീറ്ററാണ്. രണ്ടാമത് പഠിച്ചത് ഒറിഫീസ് മീറ്ററാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒറിഫീസ് മീറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിനകത്ത് വെഞ്ചുറി മീറ്ററിനെ പോലെ തന്നെ ഡിസ്ചാർജ് ഒരു പൈപ്പ് ഫ്ലോയിൽ മെഷർ ചെയ്യുന്ന ഒരു ഇതാണ് ഒറിഫീസ് മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പിറ്റോ ട്യൂബാണ്. അപ്പോൾ പിറ്റോ ട്യൂബ് എന്ന് പറയുന്ന ഈ ഫിഗർ 6.13 നിങ്ങൾക്ക് കാണാം. പിറ്റോ ട്യൂബ് നമ്മൾ യൂസ് ചെയ്യുന്നതും പിറ്റോ ട്യൂബും ബെർണോളിസ് ഇക്വേഷൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. ബെർണോളിസ് ഇക്വേഷൻ കൺസർവേഷൻ ഓഫ് എനർജി ബേസ് ചെയ്തിട്ടുള്ളൊരു ഇക്വേഷനാണ്. 2 സെക്ഷൻസിലുള്ള എനർജി, ടോട്ടൽ എനർജി ഈക്വൽ ആണെന്ന് പറയുന്നതാണ് ബെർണോളിസ് ഇക്വേഷൻ. സോ പിറ്റോ ട്യൂബ് എന്താണെന്ന് നോക്കാം. So it is a device used for measuring the velocity of flow at any point in a pipe or a channel. ഒരു പൈപ്പിലോ ചാനലിലോ ഏതൊരു പോയിന്റിലെയും വെലോസിറ്റി മെഷർ ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് പിറ്റോ ട്യൂബിന് ഉള്ളത്. നേരത്തെ 2 കേസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മെഷർ ചെയ്യുന്നത് ഡിസ്ചാർജ് ആണ് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മളൊരു പോയിന്റിലെ വെലോസിറ്റിയാണ് പിറ്റോ ട്യൂബ് യൂസ് ചെയ്ത് മെഷർ ചെയ്യുന്നത്. വെഞ്ചുറി മീറ്റർ, ഒറിഫീസ് മീറ്റർ യൂസ് ചെയ്ത് നമ്മൾ ഡിസ്ചാർജ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു, ഇക്വേഷൻസും പഠിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് വരികയാണെങ്കിലും ചെയ്യാം. കൂടുതലും പ്രോബ്ലം വരുന്നത് വെഞ്ചുറി മീറ്ററിൻ്റെ കേസിലാണ്. ഇൻക്ലൈൻഡ് വെഞ്ചുറി മീറ്റർ, വെർട്ടിക്കൽ, അങ്ങനെയുള്ള ടൈപ്സൊക്കെയാണ്. സോ പിറ്റോ ട്യൂബിൽ നിങ്ങൾക്ക് എന്താണ് പിറ്റോ ട്യൂബ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് വെലോസിറ്റി കാണുന്നത്, അതിൻ്റെ ഒരു ഇക്വേഷനും കൂടെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. പിന്നെ അതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ പിറ്റോ ട്യൂബ് യൂസ് ചെയ്ത് നമ്മൾ വെലോസിറ്റി മെഷർ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ഇത് ബേസ് ചെയ്ത പ്രിൻസിപ്പിൾ, ഇഫ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് എ പോയിന്റ് ബിക്കം 0, ദ പ്രഷർ ദർ ഈസ് ഇൻക്രീസ്ഡ് ഡ്യൂ ടു ദ കൺവേർഷൻ ഓഫ് ദ കൈനറ്റിക് എനർജി ഇൻ ടു പ്രഷർ എനർജി. അതായത് ഫ്ലോ ചെയ്യുന്ന ഒരു ഫീൽഡിനകത്ത് വെലോസിറ്റി ഒരു പോയിന്റിൽ 0 ആവുകയാണെങ്കിൽ അവിടെയുള്ള കൈനറ്റിക് എനർജി എന്താവും? വെലോസിറ്റി 0 ആയി കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഇല്ലാതാവും. അപ്പോൾ കൈനറ്റിക് എനർജി പ്രഷർ എനർജി ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു സിംപ്ലസ്റ്റ് ഫോം എന്ന് വെച്ചാൽ പിറ്റോ ട്യൂബ് കൺസിസ്റ്റ് ഓഫ് എ ഗ്ലാസ് ട്യൂബ് ബെൻഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഗ്ലാസ് ട്യൂബാണ് പിറ്റോ ട്യൂബ് എന്ന് പറയുമ്പോൾ, ഒരു ഗ്ലാസ് ട്യൂബാണ്. അത് 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്തതായിട്ട് ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ലോവർ എൻഡ് 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്തിട്ടുണ്ട്. അത് അപ്സ്ട്രീം ഡയറക്ഷനിലേക്കാണ് ഡയറക്റ്റ് ചെയ്തത്. ലോവർ എൻഡ് ഡയറക്റ്റ് ചെയ്തത്. അപ്സ്ട്രീം ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലോ ഡയറക്ഷൻ്റെ എഗെയിൻസ്റ്റ് ആണ് അപ്സ്ട്രീം ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് അപ്സ്ട്രീം ഡയറക്ഷൻ. അങ്ങോട്ടാണ് ഈ ലോവർ എൻഡ് എന്ത് ചെയ്യുന്നത്, അത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ദ ലിക്വിഡ് റൈസസ് അപ്പ് ഇൻ ദ ട്യൂബ് ഡ്യൂ ടു ദ കൺവേർഷൻ ഓഫ് കൈനറ്റിക് എനർജി ഇൻ ടു പ്രഷർ എനർജി. അപ്പോൾ ഇവിടെയുള്ള കൈനറ്റിക് എനർജി, ഒരു പോയിന്റിൽ കൈനറ്റിക് എനർജി 0 ആവുന്നത്, വെലോസിറ്റി 0 ആകുമ്പോൾ കൈനറ്റിക് എനർജി എന്താവും? പ്രഷർ എനർജി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ ആ ഒരു പ്രഷർ ഇൻക്രീസ് കാരണം ഈ ട്യൂബിനകത്തുള്ള ഫ്ലൂയിഡ് മുകളിലോട്ട്, അല്ലെങ്കിൽ ലിക്വിഡ് മുകളിലോട്ട് റൈസ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദ ലിക്വിഡ് റൈസസ് അപ്പ് ഇൻ ദ ട്യൂബ് ഡ്യൂ ടു കൺവേർഷൻ ഓഫ് കൈനറ്റിക് എനർജി ഇൻ ടു പ്രഷർ എനർജി. ദ വെലോസിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ മെഷറിംഗ് ദ റൈസ് ഓഫ് ലിക്വിഡ് ഇൻ ദ ട്യൂബ്. അപ്പോൾ ഇവിടെ പ്രഷർ, കൈനറ്റിക് എനർജി 0 ആയി, പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു വെലോസിറ്റി 0 ആകുമ്പോൾ. അപ്പോൾ ആ പ്രഷർ എനർജി എന്ന് പറയുന്നത്, ആ പ്രഷർ ഇൻക്രീസ് കാരണം ഈ ട്യൂബിനകത്ത് ലിക്വിഡ് റൈസ് ചെയ്യുന്നു. അപ്പോൾ ആ റൈസ് എത്രയാണ്, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. 2 പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യുക. പോയിൻറ്റ് 1ഉം പോയിൻറ്റ് 2ഉം അറ്റ് ദ സെയിം ലെവൽ എന്നാണല്ലേ പറയുന്നത്, ഒരേ ലെവലിലാണ്. ഇൻ സച്ച് എ വേ ദാറ്റ് പോയിൻറ്റ് 2 ഈസ് ജസ്റ്റ് ആസ് ദ ഇൻലെറ്റ് ഓഫ് ദ പിറ്റോ ട്യൂബ്. പോയിൻറ്റ് 2 എന്ന് പറയുന്നത് പിറ്റോ ട്യൂബിൻ്റെ ഇൻലെറ്റിലാണ്. ഇതാണ് പിറ്റോ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇൻലെറ്റിലാണ് പോയിൻറ്റ് 2 ഉള്ളത്. ആൻഡ് പോയിൻറ്റ് 1 ഈസ് ഫാർ അവേ ഫ്രം ദ ട്യൂബ്. പോയിൻറ്റ് 1 എന്ന് പറയുന്നത് ട്യൂബിൽ നിന്ന് ഒരുപാട് അകലെയാണ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം നമുക്കല്ലേ. ബെർണോളിസ് ഇക്വേഷൻ അപ്ലിക്കേഷൻ ആണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ P1 V1 P2 V2 ഇതൊക്കെ എന്താണ്? 2 സെക്ഷനിലെയും പ്രഷറും വെലോസിറ്റിയൊക്കെയാണ്.
ഓക്കെ. പക്ഷേ V2 എന്ന് പറയുന്നത് എന്താണ്? 0 ആണല്ലേ. V2 വെലോസിറ്റി അറ്റ് പോയിൻറ്റ് 2 ആണ്, വിച്ച് ഇസ് 0. നമ്മൾ പറഞ്ഞു വെലോസിറ്റി 0 ആവുന്ന കേസാണ് നമ്മൾ പറയുന്നത്. അപ്പോഴാണ് കൈനറ്റിക് എനർജി പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ട്യൂബിനകത്ത് ലിക്വിഡ് റൈസ് ഉണ്ടാകുന്നത്. ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ട്യൂബ് ഇൻ ദ ലിക്വിഡ് ആണ്. ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് ഈ ട്യൂബിൻ്റെ ഡെപ്ത് ഇൻസൈഡ് ദ ലിക്വിഡ് ആണ് ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത്. സ്മോൾ എച്ച് എന്താണ്? റൈസ് ഓഫ് ലിക്വിഡ് ഇൻ ദ ട്യൂബ് എബവ് ദ ഫ്രീ സർഫേസ്. സ്മോൾ എച്ച് എന്ന് പറയുന്ന റൈസ് ഓഫ് ലിക്വിഡ് ഇൻസൈഡ് ദ ട്യൂബ് എബവ് ദ സർഫേസ് ആണ് സ്മോൾ എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എച്ച് സ്മോൾ എച്ച് എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണ്. Z1 ഈക്വൽ ടു Z2 ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സെയിം ലെവലാണെന്ന്. അപ്പോൾ Z1 ഈസ് ഈക്വൽ ടു എന്താണ്? Z2 ആണ്. ഓക്കെ. ദെൻ P1 ബൈ റോ ജി പ്രഷർ ഹെഡ് അറ്റ് 1. പ്രഷർ ഹെഡ് അറ്റ് 1 എന്ന് പറഞ്ഞ പോയിന്റിൽ P1 ബൈ റോ ജി ക്യാപിറ്റൽ എച്ച് ആയിരിക്കും. P1 ബൈ റോ ജി എന്ന് പറയുന്നത് പ്രഷർ ഹെഡ് ആണ്. അപ്പോൾ ആ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് ആയിരിക്കും. ഓക്കെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? P ഈസ് ഈക്വൽ ടു റോ ജി എച്ച് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. P1 ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു ക്യാപിറ്റൽ എച്ച് ആണ്. ബിക്കോസ് അതിൻ്റെ ആ പോയിന്റിൽ ഒരു ലിക്വിഡിലെ ഒരു പോയിന്റിലുള്ള പ്രഷർ എന്ന് പറയുമ്പം P ഈസ് ഈക്വൽ ടു റോ ജി സെഡ് എന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. സെഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റിനെയാണ്, ഡെപ്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഡാറ്റം ഹെഡ് നമ്മൾ പറയും, പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറയും. ഓക്കെ. ഇൻ ടേംസ് ഓഫ് മീറ്റർ ആണത്. അപ്പോൾ ഇവിടെ ഈ 1 എന്ന് പറഞ്ഞ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിലുള്ള പ്രഷർ എടുക്കുമ്പോൾ ഹൈറ്റ് ഡെപ്ത് ഓഫ് വാട്ടർ അതിൻ്റെ മുകളിൽ എച്ച് ആണ്, ക്യാപിറ്റൽ എച്ച് ആണ് വരുന്നത്. അപ്പോൾ P1 ബൈ റോ ജി ഈസ് ഈക്വൽ ടു എച്ച് എന്ന് വരും. ഓക്കെ. അത് P1 ഈസ് ഈക്വൽ ടു റോ ജി എച്ച് എന്നുള്ള ഇതിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷേ P2ൻ്റെ കേസിലോ? P2ൻ്റെ കേസ് എടുക്കുമ്പോൾ P2 എന്ന് പറയുന്നത് ഈ ഇൻലെറ്റിലുള്ള പോയിൻ്റാണ്. അപ്പോൾ ആ ഇൻലെറ്റിലുള്ള പോയിൻ്റ് എടുക്കുമ്പോൾ നമ്മൾ ഈ ട്യൂബാണ് കൺസിഡർ ചെയ്യുന്നത്. ട്യൂബ് കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? ട്യൂബിനകത്തുള്ള ഹൈറ്റ് എബവ് ദീസ്, ട്യൂബിൻ്റെ അകത്തോട്ട് വരുമ്പോൾ എന്താണ്? ലിക്വിഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് പ്ലസ് സ്മോൾ എച്ച് എന്ന് വരും. 1 എന്ന് പറഞ്ഞ പോയിൻ്റ് ആകുമ്പോൾ ക്യാപിറ്റൽ എച്ച് മാത്രമേ വരുന്നുള്ളൂ. 2 എന്ന് പറഞ്ഞ പോയിൻ്റ് ആകുമ്പോൾ ഇൻലെറ്റ് ഓഫ് ദ പൈപ്പാണ്. അങ്ങനെ ആകുമ്പോൾ ക്യാപിറ്റൽ എച്ച് പ്ലസ് സ്മോൾ എച്ച് വരും. എന്ത്? P2 ബൈ റോ ജി എന്ന് പറയുന്നത്. P2 ബൈ റോ ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എച്ച് പ്ലസ് സ്മോൾ എച്ച്. അതാണ് അവിടുത്തെ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദീസ് വാല്യൂസ്, ഈ വാല്യൂസ് P1 ബൈ റോ ജിയുടെയും P2 ബൈ റോ ജിയുടെയും വാല്യൂസ് ഈ ബെർണോളിസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് H പ്ലസ് V1 സ്ക്വയർ ബൈ 2G, അതായത് P1 ബൈ റോ ജിക്ക് ക്യാപിറ്റൽ എച്ച് കൊടുത്തു, ഈസ് ഈക്വൽ ടു P2 ബൈ റോ ജിയെ നമുക്ക് സ്മോൾ എച്ച് പ്ലസ് ക്യാപിറ്റൽ എച്ച് എന്ന് എഴുതാം. പക്ഷേ V2 സ്ക്വയർ ബൈ 2G ഉണ്ടോ? ഇല്ല, 0 ആവും. കാരണം V2 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി 0 ആണ്. അതാണ് നമ്മുടെ കണ്ടീഷൻ. V2 0 ആവുക എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ. അപ്പോഴാണ് ലിക്വിഡ് റൈസ് ചെയ്യുന്നത്. V2 0 ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. അതിൽ നിന്ന് നമുക്ക് സ്മോൾ എച്ച് ഈസ് ഈക്വൽ ടു V1 സ്ക്വയർ ബൈ 2G കിട്ടും. കാരണം V1 സ്ക്വയർ ബൈ 2G ഈസ് ഈക്വൽ ടു ഈ ലെഫ്റ്റ് സൈഡിലുള്ള ക്യാപിറ്റൽ എച്ച് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ 0 ആവും, സ്മോൾ എച്ച് മാത്രമാവും. അപ്പോൾ സ്മോൾ എച്ച് ഈസ് ഈക്വൽ ടു V1 സ്ക്വയർ ബൈ 2G ഓർ V1 ഈസ് ഈക്വൽ ടു റൂട്ട് 2GH എന്ന് കിട്ടും. സോ ഇതാണ് തിയറട്ടിക്കൽ വെലോസിറ്റി. V1 എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി അറ്റ് പോയിൻറ്റ് 1 ആണ്. അപ്പോൾ നമ്മളൊരു പോയിൻറ്റിലെ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് പിറ്റോ ട്യൂബ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് V1 ഈസ് ഈക്വൽ ടു റൂട്ട് 2GH എന്ന് കിട്ടി. അത് തിയറട്ടിക്കൽ വെലോസിറ്റിയാണ്. ആക്ച്വൽ വെലോസിറ്റി കാണാൻ നമ്മൾ എന്ത് ചെയ്യും? കോഎഫിഷ്യൻ്റ് ഓഫ് പിറ്റോ ട്യൂബ്. നമ്മളെപ്പോഴും ആക്ച്വൽ ഡിസ്ചാർജ് കാണാൻ നേരത്തെ വെഞ്ചുറി മീറ്ററിലും ഒറിഫീസ് മീറ്ററിലും കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഫോർ വെഞ്ചുറി മീറ്റർ 0.98 ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഫോർ ഒറിഫീസ് മീറ്റർ 0.6 ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കോമൺലി എടുക്കുന്ന വാല്യൂസ് ആണ്, എങ്കിലും വെഞ്ചുറി മീറ്റർ കേസിൽ ലെസ് ദാൻ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ആക്ച്വൽ വാല്യൂ, ഇവിടെ വെലോസിറ്റിയാണ് തിയറട്ടിക്കൽ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വെലോസിറ്റീൻ്റെ ആക്ച്വൽ വാല്യൂ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റൻറ്റ്, ഒരു കോഎഫിഷ്യൻ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ. അതാണ് CV. ദാറ്റ് ഈസ് CV ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് പിറ്റോ ട്യൂബ് ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ഫോർ പിറ്റോ ട്യൂബ് ആണ്. സോ വെലോസിറ്റി അറ്റ് എനി പോയിൻറ്റ്, അതായത് ആക്ച്വൽ വെലോസിറ്റി എന്താണ്? സ്മോൾ v ഈസ് ഈക്വൽ ടു CV ഇൻറ്റു റൂട്ട് 2GH. അപ്പോൾ ഇതാണ് പിറ്റോ ട്യൂബ് യൂസ് ചെയ്ത് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ പിറ്റോ ട്യൂബ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വെലോസിറ്റീൻ്റെ ഇക്വേഷൻ വരെ എഴുതണം. വളരെ സിമ്പിളാണ്. വെഞ്ചുറി മീറ്ററൊക്കെ വെച്ച് നോക്കുമ്പോൾ
കൂടുതൽ എക്സ്പ്ലനേഷൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, ഡെറിവേഷൻ വലുതൊന്നുമില്ല, ചെറുതായിട്ടൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു സിമ്പിൾ സ്റ്റെപ്സ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, സോ ഇനി ഇതിനകത്ത് വരുന്നത് വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ എ പൈപ്പ് ബൈ പിറ്റോ ട്യൂബ് ആണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഫോർ ഫൈൻഡിങ് ദ വെലോസിറ്റി അറ്റ് എനി പോയിന്റ് ഇൻ എ പൈപ്പ് ബൈ പിറ്റോ ട്യൂബ് ദ ഫോളോയിങ് അറേഞ്ച്മെൻറ്റ്സ് ആർ അഡോപ്റ്റഡ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ അറേഞ്ച്മെൻറ്റിന് കൂടാതെ വേറെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കുറച്ച് ഫിഗേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ പിറ്റോ ട്യൂബ് അലോങ് വിത്ത് എ വെർട്ടിക്കൽ പീസോമീറ്റർ, അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ച കേസിനകത്ത് ഒരു പിറ്റോ ട്യൂബ് ഉണ്ടല്ലേ, അതിൻ്റെ കൂടെ ഒരു പീസോമീറ്റർ കൂടെ, അതും പ്രഷർ മെഷർ ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. നമ്മൾ ആദ്യം പ്രഷർ ഗേജ് ഒക്കെ പറയുമ്പോൾ പറഞ്ഞു അല്ലേ, മാനോമീറ്റർ ഒക്കെ പറയുമ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പീസോമീറ്റർ എന്താണെന്നുള്ളത്. ഓക്കെ, അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു മാനോമീറ്റർ പോലെയുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് പീസോമീറ്റർ എന്ന് പറയുന്നത്. പീസോമീറ്റർ കൂടെ കണക്ട് ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻറ്റ്. രണ്ടാമത്തെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, പിറ്റോ ട്യൂബ് കണക്റ്റഡ് വിത്ത് പീസോമീറ്റർ ട്യൂബ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ട്യൂബ് കണക്ട് ചെയ്തിട്ടുള്ള അറേഞ്ച്മെൻറ്റ്. മൂന്നാമത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റോ ട്യൂബ് ആൻഡ് വെർട്ടിക്കൽ പീസോമീറ്റർ ട്യൂബ് കണക്റ്റഡ് വിത്ത് എ ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ. അതായത് ഈ പിറ്റോ ട്യൂബും അതുപോലെ ഒരു പീസോമീറ്ററും കൂടെ അതിൻ്റെ ഇടയിൽ ഒരു യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്തിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്. ഇതൊക്കെ ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ യൂസ് ചെയ്യുന്ന പിറ്റോ ട്യൂബിൻ്റെയും അതുപോലെ പീസോമീറ്ററിൻ്റെയൊക്കെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ്. ഇനി നിങ്ങൾക്ക് എക്സാമിന് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് എന്ന് ചോദിക്കുമ്പോൾ പലരും നേരെ പിറ്റോ ട്യൂബ് എഴുതി അതിൻ്റെ എക്സ്പ്ലനേഷൻസ് എഴുതുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷേ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് നിങ്ങൾ അങ്ങനെ മിസ്റ്റേക്കണാവുന്നത്. ഓക്കെ, പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 സർക്കുലാർ കോൺസെൻട്രിക് ട്യൂബ്സ് വൺ ഇൻസൈഡ് the other with some annular space in between. Okay, the outlet of these 2 tubes are connected to the differential manometer where the difference of pressure head H is measured by knowing the difference of the levels of the manometer liquid, say X. സോ നമ്മൾ ഈ ഒരു പ്രഷർ ഹെഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് മാനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറയുന്ന മാനോമീറ്റർ റീഡിങ് വെച്ചിട്ട് നമുക്ക് എച്ച് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ നിങ്ങൾ പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് പറയുമ്പോൾ എഴുതണം. അപ്പോൾ അതിന് നിങ്ങൾ വരയ്ക്കേണ്ട ഫിഗർ എന്ന് പറയുന്നത് 6.17 ആണ്. ഈ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബിൽ എന്തുണ്ട്, 2 കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കുലാർ ട്യൂബ്സ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ട്യൂബിനകത്ത് കൂടെ വേറൊരു ട്യൂബ് പോകുന്നത് കാണാം. ഈ ഫിഗറിൽ നോക്കിയാൽ കാണാം. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു സ്പേസും ഉണ്ട് അല്ലേ, അതിൻ്റെ ഇടയിൽ ചെറിയൊരു സ്പേസും ഉണ്ട്. ഒരു കോൺസെൻട്രിക് ആയിട്ടുള്ള 2 സർക്കുലർ ട്യൂബ് പോകുന്നുണ്ട്. എന്നിട്ട് അത് കണക്ട് ചെയ്തിരിക്കുന്ന എന്താണ്, ഓക്കെ, ഔട്ട്ലെറ്റ്. ഈ 2 ട്യൂബിൻ്റെയും നിങ്ങൾക്ക് കാണാം ഈ ഒരു പുറത്തുള്ള ഈ ട്യൂബിൻ്റെ ഔട്ട്ലെറ്റ് യൂട്യൂബ് മാനോമീറ്ററായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഉള്ളിലുള്ള ട്യൂബ്, ഇതിനകത്തുള്ള ട്യൂബ് കോൺസെൻട്രിക് ആയിട്ട് ഉള്ളിലുള്ള ട്യൂബിൻ്റെ ഔട്ട്ലെറ്റും അതേ യൂട്യൂബ് മാനോമീറ്ററായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 കോൺസെൻട്രിക് ട്യൂബ്സ് അതിൻ്റെ മറ്റേ എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു യൂട്യൂബ് മാനോമീറ്ററായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗറാണ് പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വരക്കേണ്ടത്. അല്ലാതെ പിറ്റോ ട്യൂബ് എന്നുള്ള നമ്മൾ ആദ്യം പഠിച്ച ആ ഒരു ഇതും വെലോസിറ്റി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഒന്നും എഴുതി വെക്കരുത്. പിറ്റോ സ്റ്റാറ്റിക് ട്യൂബ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പിറ്റോ ട്യൂബ് എന്താണെന്ന് എഴുതാം, എന്നിട്ട് ഈ ഒരു എക്സ്പ്ലനേഷൻ കൂടെ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ എക്സാമിന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അത് ശ്രദ്ധിക്കുക. ബാക്കി അറേഞ്ച്മെൻറ്റ്സും ജസ്റ്റ് നോട്ട് ചെയ്യുക. എന്തൊക്കെ ടൈപ്പ് അറേഞ്ച്മെൻറ്റ്സ് ആണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ ഇതും കൂടെ എഴുതാം. ഇനി ഇതിനകത്തുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കാരണം ഡയറക്റ്റ് ഇക്വേഷനാണ്. മേ ബി നിങ്ങൾക്ക് 3 മാർക്കിനോ ഒക്കെ ചോദിക്കാനുള്ളൊരു ചാൻസ് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് ആ ഒരു ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ കൂടെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോബ്ലം 6.24 എന്ന് പറയുന്ന പ്രോബ്ലം എഴുതി നോക്കണം, നോട്ടിലോട്ട് എഴുതണം, ക്വസ്റ്റ്യൻ എഴുതുക, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷനാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു മീൻ വെലോസിറ്റി 0.8 ടൈംസ് സെൻട്രൽ വെലോസിറ്റി ആണെന്നൊക്കെ ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യുക. എന്നിട്ട് ഡിസ്ചാർജ് കണ്ടുപിടിക്കാനാണ് ഫൈനലി പറയുന്നത്. ഓക്കെ, നമുക്ക് മീൻ വെലോസിറ്റി ആദ്യം നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുക. CV√2GH വെച്ചിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കുക. നമുക്ക് ഡിഫറൻസ് ഓഫ് പ്രഷർ ഹെഡ് എച്ച് തന്നിട്ടുണ്ട്. വെലോസിറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം CV √2GH ആണ്.
വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ 0.8 ടൈംസ് ആണ് മീൻ വെലോസിറ്റി വരുന്നത്. അപ്പോൾ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് പൈപ്പിൻ്റെ മീൻ വെലോസിറ്റി ആണ് ഡിസ്ചാർജ്. ഓക്കെ, മീൻ വെലോസിറ്റി 0.8 ടൈംസ് നമ്മൾ കണ്ടുപിടിച്ച V1 എന്ന് പറഞ്ഞ വാല്യൂ. ഓക്കെ, ഇതൊക്കെ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ 6.25 ഇതൊക്കെ വളരെ ചെറിയ പ്രോബ്ലമാണ്, പക്ഷേ 3 മാർക്കിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മിസ് ചെയ്യാതെ പഠിക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. അതായത് ബെർണോളിസ് ഇക്വേഷൻ പഠിച്ചു. ബെർണോളിസ് ഇക്വേഷനിൽ ഓയിലേഴ്സ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് വെഞ്ചുറിമീറ്റർ, ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ. എന്തിനാണ് വെഞ്ചുറിമീറ്റർ യൂസ് ചെയ്യുന്നത്? ഡിസ്ചാർജിനെ പൈപ്പ് ഫ്ലോ കണ്ടുപിടിക്കാനാണ് വെഞ്ചുറിമീറ്റർ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുന്ന ബെർണോളിസ് ഇക്വേഷനാണ്. ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുന്ന കൺസർവേഷൻ ഓഫ് എനർജിയാണ്. 2 സെക്ഷനിലുള്ള ടോട്ടൽ എനർജി എപ്പോഴും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ഒക്കെ കൂടുകയും കുറയുകയും ചെയ്യും. പക്ഷേ അതിനനുസരിച്ച് ഈ പ്രഷർ എനർജി, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ഇതൊക്കെ ബാലൻസ് ചെയ്തിട്ട് ടോട്ടൽ എനർജി എപ്പോഴും 2 സെക്ഷനിൽ സെയിം ആയിരിക്കും. ഇനി അതല്ലാത്തൊരു ഐഡിയൽ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐഡിയൽ കേസിൽ എന്താണ്? 2 സെക്ഷനിലും ടോട്ടൽ എനർജി ഈക്വൽ ആയിരിക്കണമെന്നില്ല. ഒരു ലോസ് ഓഫ് എനർജി ഉണ്ടാവും. അതാണ് നമ്മൾ ഹെഡ് ലോസ് HL എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ വെഞ്ചുറിമീറ്ററിൻ്റെ ഇൻക്ലൈൻഡ് കേസിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെഡ് ലോസ് HL വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ, എത്രത്തോളം എനർജി നഷ്ടപ്പെട്ടു, അതാണ് ഹെഡ് ലോസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ എഴുതുമ്പോൾ 2 സെക്ഷൻ എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സെക്ഷൻ്റെ കൂടെ പ്ലസ് HL എന്ന് പറഞ്ഞിട്ട് ഒരു ടേം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രോബ്ലം ഓർമ്മയില്ലെങ്കിൽ വീണ്ടും റെഫർ ചെയ്യുക. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ പഠിച്ചു, ഒറിഫീസ് മീറ്റർ. ഒറിഫീസ് മീറ്റർ കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ പഠിച്ചൊരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ പിറ്റോ ട്യൂബ്. ഓക്കെ, സോ ഇത്രയും 3 വെഞ്ചുറിമീറ്റർ, ഒറിഫീസ് മീറ്റർ, പിറ്റോ ട്യൂബ് 3 ആപ്ലിക്കേഷൻസ് ഓർത്ത് വെക്കുക. ഇതിൽ കൂടുതൽ കാര്യമായ പ്രോബ്ലംസ് ചോദിക്കുന്നത് പൊതുവെ വെഞ്ചുറിമീറ്ററിലാണ്. അതിലാണ് ഇൻക്ലൈൻഡ് വെർട്ടിക്കൽ ടൈപ്പ് വെഞ്ചുറിമീറ്ററും അതിലൂടെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ ആയിട്ട് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതും അവിടെയും പ്രോബ്ലംസ് ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഒറിഫീസ് മീറ്ററും പിറ്റോ ട്യൂബും അതിൻ്റെ ഇക്വേഷൻസ് നോക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കുക. പിറ്റോ ട്യൂബ് പഠിക്കുമ്പോൾ പിറ്റോ സ്റ്റാറ്റിക് ട്യൂബ് പ്രത്യേകം പഠിക്കുക. ഫൈനലി നമ്മൾ പറഞ്ഞത് പ്രോബ്ലംസ് ഒക്കെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് പൊതുവെ വരുന്നത്. സോ അതൊക്കെയാണ് ബെർണോളിസ് ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്.